കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇനി വലത് കാര്യം വെച്ച് അകത്തേക്ക് വാ. ആദ്യം അഭിയും വസുവും അകത്തേക്ക് വാ. അച്ഛാ, അച്ഛാ, വാ അച്ഛാ, അമ്മയും വാ. അരപ്പവൻ പൊന്നുകൊണ്ട് അരയിലൊരേലസ് അകത്തമ്മയ്ക്കമ്പിളി തിരുമനസ് കൂവള കൺകളിൽ വിരിയുന്ന ദുഷസ്. ഇനി നിങ്ങൾ അകത്തേക്ക് കയറിക്കോ. എല്ലാവർക്കും കല്യാണമായി, എനിക്ക് മാത്രം ഒന്നും ആവുന്നില്ല. എല്ലാം എന്റെ തലയിലെഴുത്ത്. ഭാവനെ, അമ്മേ, അമ്മായിയമ്മയുടെ മരുമോളുടെ ഇടയ്ക്ക് എന്തോ കിടന്ന് എരിയുന്നുണ്ടല്ലോ. ഞാൻ പോയി എരിയുന്നടുപ്പിൽ എണ്ണ ഒഴിച്ചിട്ട് വരാം. ആ കുട്ടി എന്താ എപ്പോഴും അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ചോണ്ട് നടക്കുന്നേ? അതെ, ഒരുമാതിരി പശ പോലെ അമ്മയുടെ അടുത്ത് ഒട്ടിയിരിക്കുക. ഇപ്പൊ തന്നെ അബിയും വസുവും കൂടെ നല്ല രീതിയിൽ വലതുകാലം വെച്ച് കേറാൻ പോകുമ്പോഴാ ആ ചെറുക്കൻ ഇടയ്ക്ക് കയറി വന്നത്. അത് അവൻ ചെറിയ കുട്ടിയല്ലേ ഇളയമ്മേ. അവനെങ്ങനെ ഇതൊക്കെ അറിയാവുന്നത്? അനുവും കീർത്തിയും അഭിയുടെ അടുത്തേക്ക് വന്നോ? അവരും ചെറിയ കുട്ടികൾ തന്നെയല്ലേ? ഇത് നമ്മുടെ വീടല്ലേ അമ്മേ. പക്ഷേ ഉണ്ണിക്കിത് പുതിയ വീടല്ലേ. ഈ വീടുമായിട്ടൊന്ന് ഇണങ്ങുന്നത് വരെ അവനിങ്ങനെ അമ്മയായിട്ട് ചേർന്ന് നിൽക്കും. അപ്പോ നിന്റെ അമ്മായി അമ്മയല്ലേ? ഇവർക്കെന്താ കുട്ടികളെ പറ്റി അറിയില്ലെന്നാണോ? ഞാൻ അങ്ങനെയല്ല പറഞ്ഞു ഇളയമ്മേ. നമ്മൾ അഭിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത് അവനെയും അവന്റെ കുട്ടികളെയും നോക്കാൻ വേണ്ടിയാ, അല്ലാതെ അവളുടെ കുട്ടിയെ മാത്രം നോക്കാൻ വേണ്ടിട്ടല്ല. വസുവിന്റെ പെരുമാറ്റം കാണുമ്പോ അങ്ങനെയാ തോന്നുന്നെടുത്തി. കുറച്ചു നാളത്തേക്ക് ആ കുട്ടിയെ വസുവിന്റെ അടുത്തൊന്ന് മാറ്റി നിർത്താൻ പറയണം. എപ്പോഴും അവൻ അവളുടെ പിറകെ നടന്ന അഭിയുടെയും കുട്ടികളുടെയും അടുത്ത് വസുവിന് എങ്ങനെ അടുക്കാൻ കഴിയും? ഞാനിത് വസുവിനോട് പറയാമേ. എന്താ നിന്റെ അമ്മായിയമ്മ പറഞ്ഞാ തെറ്റാവുന്നാണോ? ഇവരെന്താ രാക്ഷസിയാണോ? ദേഷ്യക്കാരിയാണോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതേ ഇല്ല ഇളയമ്മേ. അയ്യോ, എനിക്ക് എല്ലാം അറിയാം മോളെ. നീ ഏതർത്ഥത്തിലാ പറയുന്നതെന്ന്. മുമ്പിലിരിക്കുന്ന മരത്തിനേക്കാളും പിറകിലിരിക്കുന്ന ചെടിയാ വലുതെന്ന് കരുതി നീ നിന്റെ അമ്മായിയമ്മയെ വിട്ടിട്ട് പുതുതായി കയറി വന്ന അനിയത്തിമാരോടാ ശ്രദ്ധ. അങ്ങനൊന്നും പറയല്ലേ ഇളയമ്മേ. എനിക്ക് അമ്മ തന്നെ വലുത്. ശരി, അത് പോട്ടെ. അനുവും കീർത്തി എന്ത് ചെയ്യപ്പോ? ഇന്ന് ഫുള്ള് ഓടി കളിച്ചതല്ലേ, അതിന്റെ ക്ഷീണത്തിൽ കിടന്ന് ഉറങ്ങുവാ. അവനെയും വിളിച്ചോണ്ട് മുറിയിൽ പോയി ഉറക്കാനായിട്ട് കിടത്ത്. കുരുത്തക്കേട് കാണിക്കരുതെന്ന് പറയേ. ശരി അമ്മേ. ഏടത്തി, ഈ ഭാവന പെണ്ണിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാ എനിക്ക് തോന്നേ. ഏട്ടത്തി ഒന്ന് പറഞ്ഞാ അവള് വേറൊന്നാ പറയുന്നേ. വസുവിന്റെ അടുത്ത് ഏടത്തി തന്നെ പറയുന്നാ നല്ലത്. ആദ്യം ഭാവന തന്നെ പറയട്ടെ. എന്നിട്ടും അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ആദ്യം തന്നെ ആ ചെറുക്കനെ നമ്മുടെ വീട്ടിലേക്ക് കയറ്റിയതേ തെറ്റ്.
ഏട്ടത്തി ആദ്യമേ പറഞ്ഞതല്ലേ, ആ വാക്ക് ആരും ചെവിക്കൊണ്ടില്ല. ഏട്ടത്തി എന്തോ തെറ്റു പറഞ്ഞതുപോലെയാ എല്ലാവരും ഏട്ടത്തിയെ പറഞ്ഞത്. എനിക്കതിൽ ശരിക്കും വിഷമമുണ്ട് എടുത്തി. വിഷമിച്ചാലും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ ചെറുക്കനെ എത്ര അകറ്റി നിർത്താമോ അത്രയും വേഗം അഭിയും വസുവും തമ്മിൽ എടുക്കും. അനുവിനെയും കീർത്തിനെയും നന്നായിട്ട് നോക്കുകയും ചെയ്യും. അതുകൊണ്ട് പറഞ്ഞതാ എടുത്തി. ഇപ്പൊ വീട്ടിലേക്ക് വന്നതല്ലേ ഉള്ളൂ. പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ അപ്പോ പറഞ്ഞോളാം. ദൈവമേ, കല്യാണ സദ്യ അത്രയും തിന്നിട്ട് എനിക്ക് വയറ് നിറഞ്ഞില്ല. ഇപ്പോഴാ നല്ലോണം നിറഞ്ഞത്. ഇനി എന്നും എന്റെ വയറ് ഇതുപോലെ നിറയ്ക്കും ഞാൻ. വാ അമ്മേ, വാ. അച്ഛൻ മുകളിലോട്ടാ അമ്മേ വന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം. വേണ്ട ഉണ്ണി, അങ്ങനെ പോവാൻ പാടില്ല. ഒന്നും പറ്റില്ല അമ്മേ, നമ്മുടെ അച്ഛനല്ലേ അത്. മോളെ, നിന്റെ ലഗേജ് ആ റൂമിൽ വെച്ചിട്ടുണ്ട്. നമ്മുടെ ലഗേജ് പോലും ഡാഡിയുടെ റൂമിലോട്ടാ വെച്ചിരിക്കുന്നെ. വാ അമ്മേ, പോവാം. ഉണ്ണി, ഉണ്ണി അങ്ങനെ ഓടാൻ പാടില്ല. ഉണ്ണി നീ വീഴും. ഉണ്ണി, ഉണ്ണി നിക്ക്. ഉണ്ണി വന്നേ, വാ വെളിയിലോട്ട് വാ. ഇല്ല, ഉണ്ണി ഞാൻ വരില്ല. ഉണ്ണി, നിന്നോടല്ലേ വരാൻ പറഞ്ഞേ. मिलके हम छू लेंगे आसमान പല നിറം പടരുമി വാനം കണ്ണിൽ നിന്നാൽ കുരുവിയായി പറവയായി പാറിപ്പോകാം വാതിലിൽ വാതിലിൽ പൊന്നുമായി പൂവുമായി സുപ്രഭാതാങ്കനെ പോരു നീ ഉണ്ണി വാ പോവാം. അമ്മേ, ഇനി മുതൽ ഇതല്ലേ നമ്മുടെ മുറി. നല്ല രസമുണ്ടല്ലേ? അങ്ങനെയല്ല ഉണ്ണി, വാ പോവാം. ഉണ്ണി വാ, താഴോട്ട് ഇറങ്ങ. വാ. അമ്മേ, ഈ ബെഡ് നോക്ക്, എന്ത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല ഉണ്ണി. പോവാമ്മ. അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് എപ്പോഴും പറഞ്ഞോണ്ടേയിരിക്കും. ഇങ്ങോട്ട് വന്നേ. ഇത് നല്ല രസമുണ്ട് അമ്മേ. വരാനല്ലേ നിന്നോട് പറഞ്ഞേ. വാ. എന്തിനാ അമ്മ നമ്മളിപ്പോ പോകുന്നേ? എപ്പോഴും കംപ്ലൈന്റ്സ് എന്റെ തലയിൽ തന്നെയാണോ? നോക്കച്ചാ, അച്ഛനെങ്കിലും പറ. മിണ്ടാതിരിക്കല്ലേ നിന്നോട് പറഞ്ഞേ. എന്താ പറ്റിയ ഇപ്പൊ? ഇത് നമ്മുടെ റൂം തന്നെയല്ലേ? അച്ഛനും അമ്മയും ഞാനും എല്ലാരും ഇവിടെയല്ലേ താമസിക്കുന്നേ? ഞാൻ നല്ല ടയേർഡാ. കുറച്ചേരം ഇതിൽ കളിച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. അത് ഉണ്ണി, എന്തു പറ്റി അച്ഛാ? എന്താ ചുമക്കുന്നേ? പനി വല്ലതാണോ? വെള്ളം കുടിക്കച്ചാ. ഇവിടെ വെള്ളം എവിടെയായിരിക്കുന്നേ? അയ്യോ, ഇവിടെ വെള്ളം ഇല്ലെന്നാ തോന്നുന്നേ. അച്ഛൻ വെയിറ്റ് ചെയ്യ്, ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് വരാവേ.
എന്തിനാ ഇങ്ങോട്ട് വന്നത്? അച്ഛന് വെള്ളം വേണം, അതുകൊണ്ടാ. ആ, അത് ഞാൻ കൊടുക്കാം. നീ നല്ല ടയേർഡായിട്ടിരിക്കുമല്ലേ? അതെ, കളിച്ച് കളിച്ച് ഞാൻ ഒരുപാട് ടയേർഡായി. നല്ല ഉറക്കം വരുമോ എനിക്ക്? അപ്പോ ഉണ്ണിക്ക് ഉറങ്ങണമല്ലേ? വാ, ഞാൻ നിന്നെ ഉറക്കാം. ഇല്ല, അച്ഛന് വെള്ളം കൊണ്ടുപോയി കൊടുക്കണം എനിക്ക്. അത് ഞാൻ കൊടുക്കാന്ന് പറഞ്ഞില്ലേ? ആദ്യം നീ വന്ന് കിടന്ന് ഉറങ്ങ്. അനുവും കീർത്തി റൂമിൽ കിടന്ന് ഉറക്കമായി. അവരും ഒരുപാട് ടയേർഡായോ? ആ അതെ ഉണ്ണി, അവരും നിന്നെ പോലെ തന്നെ കളിച്ച് കളിച്ച് ക്ഷീണിച്ച് അവർ രണ്ടുപേരും കിടന്ന് ഉറങ്ങി. അതുപോലെ ഉണ്ണിയും ഇപ്പൊ കിടന്ന് ഉറങ്ങണം. ഈവനിങ് വീട്ടില് വലിയ പാർട്ടി ഉണ്ട്. ഉറങ്ങി എണീച്ച ശേഷം വീണ്ടും ആ പാർട്ടിയിൽ ഓടിക്കളിക്കാം. അതേത് പാർട്ടിയാ? എന്തായാലും വൈകിട്ട് കാണാനുള്ളതല്ലേ. ഇപ്പൊ നീ വാ, നിന്നെ ഞാൻ ഉറക്കാം. അപ്പൊ അച്ഛന് വെള്ളം ആര് കൊടുക്കും? ഞാൻ കൊടുക്കാടാ. അച്ഛന് ഞാൻ തന്നെ കൊടുക്കണം. അപ്പൊ നീ വല്യമ്മ പറഞ്ഞ കേക്കത്തില്ല? കേക്കാതിരിക്കാൻ എന്താ? അമ്മൂമ്മ എന്നോട് പറഞ്ഞായിരുന്നു, ആരെന്ത് പറഞ്ഞാലും അനുസരണയോടെ കേക്കണോന്ന്. അപ്പോ നീ അനുസരിക്കണമല്ലോ. കേക്കാം, പക്ഷേ അച്ഛന് വെള്ളം ആര് കൊടുക്കും? എന്റെ ഉണ്ണി, പശുവിന്റെ കഥ പോലെ വീണ്ടും ചുറ്റി ചുറ്റി അവിടെ തന്നെ വന്ന് നിക്കാതെ. നിന്റെ അച്ഛന് വെള്ളം ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുക്കാം, മതിയോ? അപ്പൊ അമ്മയുടെ അടുത്ത് ആര് പറയും ഞാനിപ്പോ ഉറങ്ങാൻ പോവാണെന്ന്? നിന്റെ അമ്മയുടെ അടുത്ത് ഞാൻ തന്നെ പറയാം എന്റെ ഉണ്ണി. ഇല്ല, ഞാൻ തന്നെ പോയി പറഞ്ഞിട്ട് വരാം. അപ്പൊ നിനക്കെന്നെ വിശ്വാസം ഇല്ലല്ലേ? ഉണ്ട്, പക്ഷെ അമ്മയ്ക്ക്. പ്ലീസ് ഉണ്ണി, പ്ലീസ്. എന്റെ ഉണ്ണിക്കുട്ടനല്ലേ? വേഗം ഉറങ്ങിയാ വേഗം ഓർക്കെണീക്കാം. പാർട്ടിയിൽ നമുക്ക് അടിച്ചു പൊളിക്കാം, എല്ലാവരുടെ കൂടെയും കളിക്കാം. ശരിയല്ലേ? വാ വാ, നടക്ക്, ഉറങ്ങാം. ഞാൻ പുറത്തോട്ട് നിൽക്കാം. എന്താ മോളെ, ഇപ്പൊ നീ എവിടുന്നാ വരുന്നേ? അത് അബിയുടെ റൂമിൽ നിന്നാണോ? ഇപ്പൊ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിനു മുമ്പ് എന്താ എത്ര ധൃതി? വൈകുന്നേരം വരെ ഒന്ന് ക്ഷമിച്ചിരുന്നൂടെ നിനക്ക്? ഇളയമ്മ എന്തൊക്കെയാ പറയുന്നേ? ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട് ഒന്നും അറിയാത്ത കുട്ടികളെ പോലെ എന്താ പറയുന്നതെന്ന് എന്നോട് തന്നെ ചോദിക്കാണോ? രണ്ടാമത് കല്യാണം കഴിച്ചിട്ടും ഇത്രയും തിടുക്കാണോ നിനക്ക്? നിങ്ങള് വേറെന്തൊക്കെയാ സംസാരിക്കുന്നേ? ഈ പറയുന്ന പോലെ ഒന്നുമില്ല. പിന്നെ എന്തിനപ്പ നീ അബിയുടെ റൂമിലേക്ക് പോയേ? ഉണ്ണി അകത്തേക്ക് പോയപ്പോ അവന്റെ പുറകെ ഞാൻ പോയതാ. ആ, എന്നിട്ട് ഉണ്ണി എവിടെ? ഇപ്പോഴാ താഴോട്ട് പോയത്. നിനക്ക് നല്ല പിടിവള്ളിയ കിട്ടിയിരിക്കുന്ന മോളെ. നിന്റെ മോനെ മുൻനിർത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നീ. എന്തായാലും നിന്റെ ആദ്യത്തെ കല്യാണമൊന്നും അല്ലല്ലോ ഇതല്ലേ? ഭർത്താവിന്റെ മുറിയിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് എന്തൊക്കെ ആചാരങ്ങൾ ഉണ്ടെന്ന് അറിയാലോ അല്ലേ? അതൊന്നും ചെയ്യാതെ എങ്ങനെയാ അബിയുടെ റൂമിലേക്ക് കയറി ചെല്ലുന്നേ? അങ്ങനെയല്ലേ ഇളയമ്മേ? നിന്റെ അനിയത്തിയാ കാർത്തിക, നിന്റെ കൂടെ തന്നെ കല്യാണം കഴിഞ്ഞു വന്നവള്. അവളുടെ ആദ്യത്തെ കല്യാണാണെങ്കിലും എന്തൊരു മര്യാദയാ കുട്ടിക്ക്. നീ അബിയുടെ റൂമിൽ പോയതുപോലെ അവൾ അഖിലിന്റെ റൂമിൽ പോയില്ലല്ലോ. അവൾ അഖിലുമായിട്ട് കിന്നരിച്ചോണ്ടിരിക്കുന്നുമില്ലല്ലോ. നീ അവളെങ്കിലും കണ്ടു പഠിക്കേ.
ഒരു മിനിറ്റ് പ്ലീസ്. ഏയ് അഖിൽ, നോ അഖിൽ, നോ. കാർത്തിക, ഞാനൊന്ന് പറയട്ടെ, നിക്ക്. എന്റെ അമ്മേ, ഇളയമ്മ. ചെടി പെണ്ണെ, നിന്നെപ്പറ്റി ഞാൻ പുകഴ്ത്തി തള്ളിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും നീ എന്നെ തള്ളിയിട്ടോ? എന്താ മോളെ കാർത്തികേ, എന്താ നിന്നോട് അഖില് പറഞ്ഞേ? നിന്റെ വസുചേച്ചി നിന്നെ പോലെയാ. ഇപ്പൊ അവിടെ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നേ ഉള്ളൂ. മൊത്തത്തില് രണ്ടുപേരും ഒരുപോലെയാ. അങ്ങനെയാണോ ഏട്ടത്തി? അങ്ങനെയൊന്നും അല്ല കാർത്തിക. ഒന്നും നടന്നില്ലെങ്കിലും നടന്നെന്ന് കാണിക്കണം. എന്നാലേ നമ്മള് ഹോട്ടാണെന്ന് എല്ലാരും വിചാരിക്കും ഏട്ടത്തി. ഇവിടെ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? ബസുവിനെ പറ്റി പറഞ്ഞ കാർത്തിയെ പറ്റിയും പറയേണ്ടി വരുമല്ലോ ദൈവമേ. അതൊന്നുമില്ല എടുത്തി. വൈകുന്നേരത്തെ ചടങ്ങിന് വേണ്ടി രണ്ടുപേരെ ഞാൻ റെഡിയാക്കാൻ വന്നതാ. താഴോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഇരുന്നതാ. അപ്പോഴേ എടുത്ത് ഇങ്ങോട്ട് വന്നത്. ഇവരെന്താ കൊച്ചുകുട്ടികളാണോ ഏട്ടത്തെ റെഡിയാക്കാനായിട്ട്? വേഗം റെഡിയാവ്. വൈകിട്ടത്തെ ചടങ്ങിന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. കേട്ടല്ലോ അല്ലേ? റൂമിൽ പോയി രണ്ടുപേരും കാര്യം പറഞ്ഞിരിക്കാതെ പെട്ടെന്ന് പോയിട്ട് റെഡി ആയിട്ട് വാ. ഇല്ലെങ്കി നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് ദേഷ്യം വരും. ആ കണ്ടില്ലേ, എനിക്ക് നടക്കാത്തതല്ല ഇവളുമാർക്ക് നടന്നോണ്ടിരിക്കുക. എല്ലാം എന്റെ തലവിധി. ആ വാ ഏട്ടത്തി, നമുക്ക് റെഡിയാവാം. കാർത്തിക, ഇനി എന്ത് ചടങ്ങാ ഉള്ളേ? ഏട്ടത്തിക്ക് അറിയില്ലേ? ഫസ്റ്റ് നൈറ്റ്. ഹലോ വസു. ആ, ഞാൻ തന്നെയാ. എനിക്ക് തോന്നി നീ തന്നെയാ ഫോൺ വിളിക്കുന്നെന്ന്. അതെ, ഫോൺ ചെയ്യാനെന്താ ഇത്ര താമസം? കല്യാണം കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളെല്ലാം മറന്നുപോയോ? ഇപ്പോഴാണോ ഞങ്ങളെ ഓർമ്മ വന്നേ? നിന്റെ ഫോൺ വിളിയും കാത്ത് എത്ര നേരമായിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണെന്ന് അറിയോ നിനക്ക്? എങ്ങനെയുണ്ട് ഉണ്ണി? എവിടെയപ്പോ? വീടെങ്ങനെയുണ്ട്? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? നീ വല്ലതും കഴിച്ചോ? ആ, കഴിച്ചിട്ടുണ്ടാവും. കഴിക്കാതിരിക്കാൻ അവര് സമ്മതിക്കോ? എന്താ വസു നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? സംസാരിക്കാൻ സമ്മതിച്ചാലല്ലേ അമ്മേ? അതിന് എന്നോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? എന്താ വസു? ആരോടും വഴക്കൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? എന്ത് തെറ്റ് കണ്ടാലും ഒന്നും പറയണ്ട. അമ്മേ, ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ എന്നെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കും. ഇത് കേട്ടെ, നിനക്കവിടെ എങ്ങനെയുണ്ടെന്ന് ഇവിടെ എത്തിയതിനു ശേഷം നിന്റെ അച്ഛൻ ചിന്തിച്ച് വിഷമിച്ചിരിക്കാന്നറിയോ? ഇവിടെ വിഷമിക്കുന്നത് നീയാണോ ഞാനാണോ? ആണോ? ഞാനും അത് ചിന്തിച്ചു തന്നെ ഇരിക്കുകയായിരുന്നു. അമ്മയല്ലേ, ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടാവും. പിന്നെന്തിനാ എന്നെ അതിലേക്ക് വലിച്ചഴക്കുന്നേ? അമ്മേ, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുകയാണോ? ഫോൺ ചെയ്തത് ഞാനാ. എന്നെ ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കും. പറയ് വസു, അവിടെ എല്ലാം നന്നായിരിക്കുന്നല്ലോ? ഇവിടെ മൊത്തം കുഴപ്പാ. എന്താ വസു? അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
എന്നോട് എന്ത് പറഞ്ഞിട്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചേ? അദ്ദേഹത്തിന്റെ മക്കൾക്കൊരമ്മ, എന്റെ ഉണ്ണിക്കൊരു അച്ഛനെ വേണമെന്ന് പറഞ്ഞല്ലേ സമ്മതിപ്പിച്ചത്? അതെ. പിന്നെന്താ? എന്തോ ആചാരമോ രാത്രിത്തെ എന്തോ ചടങ്ങോ എന്തൊക്കെയോ പറയുന്നു. കല്യാണം കഴിഞ്ഞാ അങ്ങനെയൊക്കെയാണ് വസു. എനിക്കത് ഇഷ്ടമല്ല. ഇഷ്ടമില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞൂടാ. എന്താ അമ്മ ഈ പറയുന്നേ? എന്തിനാ ഇപ്പൊ മാറ്റി പറയുന്നേ?